നമസ്കാരം. എല്ലാവർക്കും ഗ്രീൻ വിഷൻ ഇൻസ്പിറേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഹാഭാരതത്തിലെ ശകുനി എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ശകുനി, സൗബാല എന്നും അധികം അറിയപ്പെടാത്ത ശകുനി, ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ എന്നറിയപ്പെടുന്ന ഗാന്ധാര രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. ഹിന്ദു ഇതിഹാസമായ മഹാഭാരതത്തിലെ നിർണായക നെഗറ്റീവ് കഥാപാത്രങ്ങളിൽ ഒരാളായി അദ്ദേഹം പ്രശസ്തനാണ്. ഇതിഹാസത്തിൻ്റെ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിമറിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ഒരു വില്ലൻ. ഗാന്ധാരിയുടെ സഹോദരനായ ശകുനി, ധൃതരാഷ്ട്രൻ്റെ മൂത്ത മകനും കൗരവരുടെ നേതാവുമായ ദുര്യോധനൻ്റെ മാതൃസഹോദരനും മഹാഭാരതത്തിലെ കേന്ദ്ര നെഗറ്റീവ് കഥാപാത്രവുമാണ് ശകുനി. ഈ ലേഖനത്തിൽ ശകുനിയുടെ കഥയും ജയ, അതായത് മഹാഭാരതത്തിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പങ്കിനെക്കുറിച്ചും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ശകുനിയുടെ ആദ്യകാല ജീവിതം. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ഗാന്ധാരയിൽ സുബല രാജാവിൻ്റെ മകനായി ശകുനി ജനിച്ചു. അദ്ദേഹം പരമശിവനിൽ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ഗാന്ധാരി എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവളെ അദ്ദേഹം വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഐതിഹ്യമനുസരിച്ച് ഗാന്ധാരിയുടെ ജാതകത്തിൽ ചൊവ്വാദശയുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അക്കാലത്ത് ചൊവ്വയുടെ അപഹാരമുള്ള ജാതകസ്ഥന് തൻ്റെ വ്യക്തിജീവിതത്തിൽ ദാരുണമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറയപ്പെടുന്നു. ചൊവ്വാദശിയുടെ അപഹാരം മൂലം വിവാഹ പരാജയം, പങ്കാളിയുടെ മരണം തുടങ്ങിയവ. എന്നാൽ കുംഭവിവാഹം എന്ന ചടങ്ങ് നടത്തുന്നതിലൂടെ ഇത് പരിഹരിക്കാനാകുമെന്നൊരു വിശ്വാസമുണ്ട്. അതായത് ഒരു വാഴമരം, അരയാൽ മരം, വിഷ്ണുവിൻ്റെ വെള്ളി അല്ലെങ്കിൽ സ്വർണ്ണ വിഗ്രഹം അല്ലെങ്കിൽ അപൂർവമായി ഒരു യാഗമൃഗം എന്നിവയുമായി വിവാഹം നടത്തുക. ഹസ്തിനപുരിയിലെ അന്ധനായ രാജകുമാരനായ ധൃതരാഷ്ട്രരെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഗാന്ധാരിയെ ആദ്യം ഒരു ആടിനെ വിവാഹം കഴിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. വിവാഹം കഴിച്ച ശേഷം ആടിനെ ബലി നൽകിയാൽ അവളെ ധൃതരാഷ്ട്രർക്ക് വിവാഹം കഴിപ്പിക്കുന്നത് സുരക്ഷിതമാണെന്ന് അവളുടെ കുടുംബം വിശ്വസിച്ചു. വിവാഹത്തിന് ശേഷം വളരെ കാലം കഴിഞ്ഞാണ് ധൃതരാഷ്ട്രർ ഈ സംഭവത്തെക്കുറിച്ച് കേട്ടത്. അവളുടെ രഹസ്യ ആദ്യ വിവാഹം സാങ്കേതികമായി അദ്ദേഹത്തെ അവളുടെ രണ്ടാമത്തെ ഭർത്താവാക്കിയതിനാൽ അദ്ദേഹം കോപാകുലനായി. രാജകോപത്തിൻ്റെ ശിക്ഷ എന്നോണം സുബല രാജാവ് ഉൾപ്പെടെ ഗാന്ധാരിയുടെ കുടുംബത്തെ ജയിലിലടയ്ക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. കൂടാതെ അവരെ പട്ടിണി കിടത്തി കൊല്ലാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനാൽ ഓരോരുത്തർക്കും ദിവസവും കഴിക്കാൻ ഒരു മുഷ്ടി അരി മാത്രമേ നൽകിയുള്ളൂ. കഠിനമായ കാരാഗ്രഹവാസത്തോടൊപ്പം മുഴുപട്ടിണിയും. ഈ ഭക്ഷണക്രമത്തിൽ അധികകാലം ജീവിക്കില്ലെന്ന് അറിയാമായിരുന്ന ഗാന്ധാരിയുടെ പിതാവ് തൻ്റെ ഇളയ മകൻ ശകുനിയോട് അവർക്ക് നൽകുന്ന എല്ലാ ഭക്ഷണവും കഴിച്ചുകൊള്ളാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കുറഞ്ഞത് അവരുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ അവൻ അതിജീവിക്കും എന്നയാൾ കരുതി. സ്വകുടുംബം ദിവസവും മരിക്കുന്നത് കണ്ടുകൊണ്ട് വിശപ്പടക്കി പ്രതികാരത്തിനായി അതിജീവിക്കേണ്ടി വന്ന ശകുനിയുടെ നിസ്സഹായാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തീർത്തും നിരുപദ്രവകരമായ ഈ ചെറിയ തെറ്റിന് തൻ്റെ കുലം നശിപ്പിക്കാനൊരുങ്ങിയ ധൃതരാഷ്ട്രരോട് സുബലൻ്റെ മനസ്സിൽ അടങ്ങാത്ത പകയെരിഞ്ഞു. ഓരോ ദിവസവും തൻ്റെ ഉടയവർ വിശപ്പിനാൽ മരണമടഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അവർ കരഞ്ഞില്ല. വിശപ്പിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ അവരുടെ ആമാശയം പ്രതികാരത്തിനായി തുടിച്ചുകൊണ്ടേയിരുന്നു. അവർ അവസാന ശ്വാസം വരെയും ശകുനിയിൽ പ്രതീക്ഷയർപ്പിച്ചു. ഒരിക്കലും ശകുനിയുടെ മനസ്സിൽ നിന്നും ഈ പ്രതികാര ബുദ്ധി അകന്നു പോകാതിരിക്കുവാനായി പിതാവ് ശകുനിയുടെ കാല് ഒടിച്ചു വളച്ച് വികൃതമാക്കി. തൻ്റെ ജീവിതകാലം അത്രയും ഈ മുടന്ത് ആ വലിയ വിപത്തിൻ്റെ ഒരു ഓർമ്മയായി ശകുനി കൂടെ കൂട്ടി. എന്നാൽ അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് സുബലൻ ധൃതരാഷ്ട്രരോട് തന്നെയും ശകുനിയെയും മോചിപ്പിക്കണമെന്നും പകരമായി ധൃതരാഷ്ട്രരുടെ പുത്രന്മാരെ ശകുനി പരിപാലിക്കുമെന്നും സംരക്ഷിക്കുമെന്നും വാഗ്ദാനം ചെയ്തു. കാലമേറെ കഴിഞ്ഞതുകൊണ്ടാകാം ധൃതരാഷ്ട്രർക്ക് ദയ തോന്നുകയും ഭാര്യ പിതാവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. കൂടെയുള്ളവരുടെ ത്യാഗത്താൽ ശകുനി അതിജീവിച്ചു. കുരുവംശത്തോടൊപ്പമുള്ള മുഴുവൻ സമയവും തൻ്റെ പ്രതികാരത്തിനായി പ്രവർത്തിക്കുമെന്ന് പിതാവിനോട് ശകുനി ശപഥം ചെയ്തു. പിതാവിൻ്റെ മരണശേഷം ആ ശരീരത്തിലെ തുടയെല്ലുകളും നട്ടെല്ലും ഉപയോഗിച്ചാണ് അദ്ദേഹം പകിടകൾ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ നടന്ന വിപുലമായ പകിടകളിൽ പാണ്ഡവരെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിതാവിൻ്റെ ആത്മാവ് അവയിലായിരുന്നതിനാൽ ഈ പകിടകൾക്ക് മാന്ത്രിക കഴിവുകൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. തൻ്റെ ജീവിതകാലത്ത് കളിച്ച എല്ലാ പകിടകളിലും വിജയിക്കാൻ അവ അദ്ദേഹത്തെ സഹായിക്കുമായിരുന്നു.
തൻ്റെ പിതാവ് ധൃതരാഷ്ട്രരോട് വാഗ്ദാനം ചെയ്ത പോലെ ശകുനി 100 കൗരവപുത്രന്മാരുടെയും സംരക്ഷകനായി. ദുര്യോധനനോട് പ്രത്യേക ശ്രദ്ധയും വാത്സല്യവും കാണിച്ച് അദ്ദേഹം എല്ലാവരുടെയും അടുത്തിടപഴകി. കാലക്രമേണ അദ്ദേഹം അവരുടെ വിശ്വസ്തനായി. പാണ്ഡവരെക്കുറിച്ചുള്ള വിദ്വേഷങ്ങളും ദുഷ്ചിന്തകളും എല്ലാവരിലും വളർത്താൻ ഈ വിശ്വാസം അദ്ദേഹം ഉപയോഗിച്ചു. കൗരവർക്ക് ശക്തരായ ബന്ധുക്കളായ പാണ്ഡവർക്കെതിരെ പ്രവർത്തിക്കാൻ ഒരവസരവും ഉണ്ടാകില്ലെന്നറിഞ്ഞിട്ടും അതിനായി അദ്ദേഹം കാത്തിരുന്നു. കൗരവരോട് പാണ്ഡവർക്കെതിരെ പോരാടാൻ അദ്ദേഹം അവരെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതൊടുവിൽ കൗരവരുടെ പതനത്തിന് കാരണമായി. അങ്ങനെ പിതാവിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ശകുനിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള മറ്റൊരു പതിപ്പ് ഹസ്തനപുരിയുടെ പതനം അദ്ദേഹം ആഗ്രഹിച്ചതിൻ്റെ മറ്റൊരു കാരണത്തെക്കുറിച്ച് പറയുന്നു. മഹാഭാരത ഇതിഹാസത്തിൽ ഈ കഥയെക്കുറിച്ച് പരാമർശമില്ല. അതിനാൽ ഇത് ജനപ്രിയ നാടോടി കഥകളുടെ ഭാഗമായി വികസിച്ചതും പരിണമിച്ചതുമായിരിക്കണം. ഈ വിവരണമനുസരിച്ച് ഭീഷ്മരുടെ പൂർവികർ ഹസ്തനപുരിയിൽ നിന്ന് ഖണ്ഡാരത്തിന് നേരെ ഒരു സൈനിക ആക്രമണം നടത്തി. രാജാവായ അജലസുവാലൻ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. വിജയിച്ച സൈന്യം ഗാന്ധാരത്തിലെ എല്ലാ പുരുഷന്മാരെയും അധർമ്മത്തിൽ തടവിലാക്കി. തടവുകാരിലുണ്ടായിരുന്ന ശകുനിക്കും മറ്റു 100 പേർക്കും ഒരു ദിവസം ഒരു അരി മാത്രമേ നൽകിയുള്ളൂ. പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യാൻ ഒരാൾ അതിജീവിക്കണമെന്ന് കുടുംബം തീരുമാനിച്ചു. ഏകകണ്ഠമായി ശകുനിയെ തിരഞ്ഞെടുത്തു. പിന്നീടുള്ള ഘട്ടത്തിൽ അവരുടെ പദ്ധതി നടപ്പിലാക്കാൻ അവർ ഓരോരുത്തരുടെയും അരിമണികൾ അദ്ദേഹത്തിന് നൽകി. അന്ധനായ രാജകുമാരനായ ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടതിന് ശകുനി ഭീഷ്മരോട് കോപിച്ചു എന്നും പറയുന്നു. ഇക്കാരണം കൊണ്ട് മാത്രം തൻ്റെ സഹോദരിക്ക് ഇത്തരമൊരു ദുരന്തം നേരിടേണ്ടി വന്നത് അദ്ദേഹത്തിന് ഏറ്റവും അപമാനകരമായി തോന്നി. ധൃതരാഷ്ട്രർ തൻ്റെ കുടുംബത്തോട് കാണിച്ച ക്രൂരത അദ്ദേഹത്തിൻ്റെ കോപം കൂടുതൽ ജ്വലിപ്പിച്ചു. കുരുവംശത്തെ പതുക്കെ പടിപടിയായി നശിപ്പിച്ചുകൊണ്ട് ഈ അപമാനത്തിന് പ്രതികാരം ചെയ്യുമെന്ന് അദ്ദേഹം ശപഥം ചെയ്തു. ദുഷ്ടനും കൗശലക്കാരനും അങ്ങേയറ്റം തന്ത്രശാലിയുമായാണ് ശകുനിയെ പൊതുവെ കാണുന്നത്. വാസ്തവത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ ശകുനിയായിരുന്നു. തൻ്റെയോ തൻ്റെ അടുത്തവരുടെയോ ജീവിതത്തിൽ സംഭവിച്ച നിരവധി അന്യായ സംഭവങ്ങൾക്ക് പ്രതികാരം ചെയ്യുക. കൗരവരുടെ മനസ്സിൽ അവരുടെ ബന്ധുക്കളായ പാണ്ഡവർക്കെതിരെ വിഷം കുത്തിവെക്കാൻ ശകുനി അക്ഷീണം പരിശ്രമിച്ചു. അവർക്കെതിരെ നിരവധി കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും പാണ്ഡവരുടെ ജീവിതത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ സാന്നിധ്യം അവരെ വീണ്ടും വീണ്ടും രക്ഷിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ മിക്ക പദ്ധതികളും പരാജയപ്പെട്ടു. എന്നിട്ടും പാണ്ഡവരെ നശിപ്പിക്കാനുള്ള തൻ്റെ ശ്രമങ്ങൾ ശകുനി തുടർന്നുകൊണ്ടേയിരുന്നു. വിചിത്രമെന്ന് പറയട്ടെ, കൃഷ്ണനെതിരെ ഒരിക്കലും യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയില്ലെന്നും കൗരവർ ഒടുവിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും ശകുനിക്ക് ഹൃദയത്തിൻ്റെ ഒരു കോണിൽ നന്നായി അറിയാമായിരുന്നു. എന്നാൽ ധൃതരാഷ്ട്രരോടും പാണ്ഡവരോടുമുള്ള അദ്ദേഹത്തിൻ്റെ വെറുപ്പ് വളരെ വലുതായിരുന്നു. ശകുനിയുടെ ഏക രക്ഷാകൃപ തൻ്റെ സഹോദരി ഗാന്ധാരിയോടുള്ള യഥാർത്ഥവും അനശ്വരവുമായ സ്നേഹമായിരുന്നു. ധൃതരാഷ്ട്രർ വിവാഹം കഴിച്ചതുകൊണ്ട് ഭർത്താവിൻ്റെ നിർഭാഗ്യത്തിൽ തുല്യമായി പങ്കുചേരാൻ അവൾ സ്വമേധയാ കണ്ണടയ്ക്കാൻ തീരുമാനിച്ചു. ശകുനി ഒരിക്കലും തൻ്റെ സഹോദരിയുടെ ത്യാഗം അംഗീകരിച്ചില്ല. ഭീഷ്മരുടെ നാശം കാണാൻ വേണ്ടിയെങ്കിലും അവളുടെ കണ്ണട നീക്കം ചെയ്യാൻ അവളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അവൾ അങ്ങനെ ചെയ്യാൻ ശാഠ്യത്തോടെ വിസമ്മതിച്ചത് അയാളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഗാന്ധാരിയോട് ചെയ്ത ഈ അനീതിക്ക് പ്രതികാരം ചെയ്യുമെന്ന് അയാൾ പ്രതിജ്ഞയെടുത്തു. ഹസ്തനപുരിയുടെ പൂർണ്ണനാശത്തിന് താൻ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നാൽ മാത്രമേ തൻ്റെ ദൗത്യം നിറവേറ്റാൻ കഴിയൂ എന്ന് ശകുനിക്ക് നന്നായി അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം സ്ഥിരമായി അവിടെ തന്നെ താമസിച്ചു. തൽഫലമായി ഗാന്ധാര രാജാവ് എന്ന നിലയിലുള്ള തൻ്റെ കടമകൾ അദ്ദേഹം അവഗണിച്ചു. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്താൽ സ്വന്തം രാജ്യത്തോടുള്ള ഉത്കണ്ഠയേക്കാൾ വളരെ വലുതാണ് തൻ്റെ സഹോദരിയോടുള്ള സ്നേഹമെന്ന് പറഞ്ഞ് അദ്ദേഹം എപ്പോഴും തൻ്റെ പ്രവൃത്തികളെ ന്യായീകരിക്കും. വാസ്തവത്തിൽ ഹസ്തനപുരിയോടുള്ള അദ്ദേഹത്തിൻ്റെ വെറുപ്പും കുരുരാജ്യത്തെ താഴെയിറക്കാനുള്ള ആഗ്രഹവുമാണ് അദ്ദേഹത്തെ ആ രാജ്യത്തിലേക്ക് നയിച്ചത്. തൻ്റെ പിതാവിനും ഉറ്റവർക്കും കൊടുത്ത വാക്കുപാലിക്കുവാനായി അദ്ദേഹം തൻ്റെ ജീവൻ വരെ പണയം നൽകി. ധർമാധർമ്മങ്ങൾക്കു വേണ്ടി പോരാടിയ കൗരവ പാണ്ഡവരെക്കാൾ തൻ്റെ രാജ്യത്തിനും വാക്കിനും ശപഥത്തിനും വേണ്ടി പ്രവർത്തിച്ച ശകുനി അദ്ദേഹത്തിൻ്റെ ധർമ്മപാതയിൽ വ്യതിചലിക്കാതെ തന്നെ നിന്നു എന്ന് നമുക്ക് നിസ്സംശയം കാണാനാകും. മഹാഭാരതം എന്ന മഹാകാവ്യത്തിൻ്റെ വേരുകൾ ഓരോ മനുഷ്യജീവിതത്തിലും പ്രതിഫലിക്കുന്നു. മനുഷ്യനെന്ന മഹാവിസ്മയത്തിൻ്റെ സ്വഭാവ സവിശേഷതകളുടെ ആകെത്തുകയായും നമുക്ക് ഈ കാവ്യത്തെ വിശേഷിപ്പിക്കാം. കാരണം അത്രമേൽ ഇത് പടർന്നു പന്തലിച്ച് വേരാഴ്ത്തിയിരിക്കുന്നു ഓരോ വ്യക്തിയിലും സമൂഹത്തിലും. പ്രാദേശികമായും രാഷ്ട്രരൂപീകരണവുമായെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു.
ഈ പടുവൃക്ഷത്തിൽ ഓരോ ഇലയും കഥയും കവിതയും കാലവും ദേശവും ചരിത്രവും പാരമ്പര്യവും കഥാപാത്രങ്ങളും എല്ലാമാകുന്നു. ഇതിലൊരു ഇലയൊന്ന് കീറിമുറിച്ചാൽ അതിലോടിയിരിക്കുന്ന സൂക്ഷ്മനാരുകൾ കഥാപാത്രങ്ങളുടെ ആത്മാവിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തും. എല്ലാവർക്കും നന്ദി.